US-ഉം ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ്, പ്രതീക്ഷയോടെയാണ് ലോകം മുഴുവൻ കണ്ടത്. ഇക്കാര്യം ട്രംപും ഇറാനിയൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ വരുന്ന ഏറ്റവും വലിയ സന്ദേഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കരാറ് വെള്ളിയാഴ്ച ഒപ്പുവെക്കുന്നത് തടയാനായിട്ട് ഏത് രീതിയിലുള്ള സമ്മർദ്ദവും ഇസ്രായേൽ ചെലുത്തും എന്നുള്ളതായിരുന്നു. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നുള്ളത് ഇസ്രായേൽ ചെയ്യുമെന്ന് അന്ന് തന്നെ അക്കൗണ്ടിലെത്തി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ലോകം പ്രതീക്ഷിച്ചിരുന്നു. ഈ കരാർ ഒപ്പുവെച്ചതോടുകൂടി തന്നെ സംഭവിച്ചത് ലോക വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. ഹോർമൂസിലെ കപ്പൽ നീക്കം സുഗമമാവുന്നതോടുകൂടി തന്നെ ലോകത്തിലെ വിപണികൾക്ക് അതൊരു പുതിയ ആവേശമായി മാറുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇസ്രായേൽ ഈ കാര്യത്തിൽ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കരാറ് ഇസ്രായേലിനൊട്ടും ബാധകമല്ല, ഇസ്രായേൽ ഈ കരാറിൽ കക്ഷിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിനെ വരുതിക്ക് നിർത്താൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാവുമായിരുന്നു എന്നാണ് നമ്മളെല്ലാം ധരിച്ചിരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ പിന്നീട് ചെയ്തത് ലെബനനിലേക്കുള്ള ആക്രമണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 16 നിരപരാധികളായ ലെബനീസ് പൗരന്മാരെ അവർ ബോംബാക്രമണത്തിൽ കൊന്നു. അതിനുശേഷം ലെബനനിലേക്കുള്ള ആക്രമണം ശക്തമാക്കുകയും ചെയ്തു. ലെബനൻ ചുട്ടരിക്കുമെന്നാണ് ഇസ്രായേൽ മന്ത്രിമാർ പ്രഖ്യാപിച്ചത്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു തീരുമാനവും ഇസ്രായേൽ എടുത്തിട്ടില്ല എന്നും അവർ അമേരിക്ക എന്ന വലിയ സഖ്യകക്ഷിയെ ഒട്ടും ശ്രദ്ധിക്കാതെ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവാറുണ്ട്. അതുപോലെ മറ്റു പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവാറുണ്ട്. ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവൻ ചുട്ടുകരിക്കുമെന്ന് ഒരു ഇന്ത്യൻ ഭരണാധികാരിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവാറില്ല. ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള നയമാണ് നമ്മുടെ രാജ്യം പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മിക്കവാറും രാജ്യങ്ങളിൽ. ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവും, അതനുസരിച്ചിട്ട് കുറേയധികം കാഷ്വാലിറ്റീസ് ഉണ്ടാവും, യുദ്ധം അവസാനിക്കും. അല്ലാതെ ഒരു രാജ്യത്തെ മുഴുവൻ ചുട്ടരിക്കുമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഹിറ്റ്ലർ മാത്രമാണ്. അതേ ഹിറ്റ്ലറിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ജൂതന്മാർ, ഹിറ്റ്ലറുടെ വംശഹത്യയ്ക്ക് വിധേയരായി യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ ഈ ജൂതർ അതിൽ നിന്നൊരു പാഠവും പഠിക്കാതെയാണ് ഇപ്പോൾ ലെബനനിലെ ജനങ്ങളെ ചുട്ടരിക്കും എന്ന് പറയുന്നത്. ആ യുദ്ധം വന്നതോടുകൂടി വീണ്ടും ഇസ്രായേൽ ലെബനനിലേക്കുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചതോടുകൂടിയിട്ട് ഈ വെള്ളിയാഴ്ച നടക്കാനിരുന്ന സമാധാന കരാർ ഒപ്പിടുന്നത് മാറ്റിവെച്ചു. ഇനി അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ വീണ്ടും ഈ ചുരുങ്ങിയ ദിവസത്തിലെ ഒരു സമാധാന പ്രതീക്ഷയ്ക്ക് ശേഷം ലോകം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ മുൾമുനയിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെ അവർ നാസി ജർമ്മനിയുടെ അതേ രീതിയിൽ തന്നെ ജൂതന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അതേ ഹിറ്റ്ലറുടെ അതേ രീതിയിൽ തന്നെയാണ് നെതന്യാഹുവും ഇസ്രായേലും സംസാരിക്കുന്നത്. ലെബനനിലെയും ഗാസയിലെയും നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന ഒരു വലിയ ഭീഷണി പരസ്യമായി പറയുന്നതിന് അവർക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ മുനയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി ചിലപ്പോൾ വളരെ ഭയാനകമായിരിക്കും. ഇറാൻ ഏറ്റവും കൂടുതൽ സംയമനം പാലിച്ചുകൊണ്ടാണ് ഇത്രയും കാലം നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. 20-ാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെയോ ഒരു കണക്കുകളിലും ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ അങ്ങോട്ട് നിന്ന് ആക്രമിച്ചതായിട്ടില്ല. അവരത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അതേസമയം ഇറാൻ പലതവണ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു. അതിലേറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഈ 120 ദിവസം മുമ്പ് നടന്ന ആക്രമണം. അമേരിക്കൻ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേലും കൂടി ചേർന്നുകൊണ്ട് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുകയും ഇറാനിലെ വളരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയും സൈനിക നേതാക്കളെയും എല്ലാം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കൊല്ലുകയും ചെയ്തിട്ടാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ മനസ്സിലേൽപ്പിച്ചിരിക്കുന്ന മുറിവ് അത്ര വലുതാണ്. എന്നിട്ട് പോലും വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇറാനെ 10 ദിവസം കൊണ്ട് തോൽപ്പിക്കാമെന്ന് വിചാരിച്ച US-നും ഇസ്രായേലിനും അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇറാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടുകയും ഹോർമൂസ് കടലിൽ കടക്കുകയും ഇസ്രായേലിലേക്ക് കനത്ത നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രംപ് ഈ ഉടമ്പടിക്ക് വേണ്ടി വന്നിരിക്കുന്നതെന്നറിയാം. പക്ഷെ അതുപോലും സമ്മതിക്കാതെ വീണ്ടും ലോകത്തെ യുദ്ധത്തിൻ്റെ ഒരു മുൻമുന്നിലേക്കും
നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഈ നടപടികൾ ബാധിക്കാൻ പോകുന്ന ഇസ്രായേലിലുമുള്ള സാധാരണ മനുഷ്യരെയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ചെന്ന് വീഴുന്നത് ഇസ്രായേലിലെ സാധാരണ മനുഷ്യരുടെ മേലാണ് ഇത് പതിക്കുന്നത്. അതുപോലെ തന്നെ ലെബനനിലും ഗാസയിലും കൊന്നൊടുക്കിയ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ ലോകത്ത് മറ്റേത് ഭാഗത്തും ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ജീവസന്ധാരത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് അവരുടെ കുടുംബമായി ജീവിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് നെതന്യാഹുവോ അല്ലെങ്കിൽ ഈ ട്രംപോ ചെയ്യുന്ന ക്രൂരതകളുടെ പങ്കാളികളല്ല അവർ ഈ ക്രൂരതകളുടെ ഏരിയയായി മാറുകയായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത്. അത് അവസാനിപ്പിക്കാനുള്ള യാതൊരു സന്നദ്ധതയും കാണിക്കാതെ ഇപ്പോൾ വീണ്ടും കരാർ ഒപ്പുവെക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ലെബനനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കാൻ പോകുന്നത് ആരാണ്? ഇസ്രായേലിലെ സാധാരണ മനുഷ്യരാണ്. അവരുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടാണ് നെതന്യാഹു സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ജയിലിൽ പോവാതിരിക്കാൻ, യുദ്ധക്കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെടാതിരിക്കാൻ ഒരു രാഷ്ട്രത്തെ മുഴുവൻ ഇപ്പോൾ ബലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോയ ട്രംപ് എന്ന വൃദ്ധൻ വീണ്ടും വീണ്ടും വലിയൊരു വിഡ്ഢിയാണെന്ന് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. ലെബനാനിൽ നടത്തിയിരിക്കുന്ന കൂട്ടക്കൊലകൾക്ക് മറുപടി കൊടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് ദിശയിലായിരിക്കുമെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാനേ കഴിയും.